നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. KSRTCക്ക് 30 കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ 20 കോടി രൂപ നൽകിയിരുന്നു. പ്രതിമാസം 50 കോടി രൂപ വീതമാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നത്. ഈ വർഷം ബജറ്റിൽ 900 കോടി രൂപയാണ് KSRTCക്ക് വകയിരുത്തിയത്. ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന 60 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വിതരണം സജീവമാക്കി. 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലുമാണ് തുക എത്തിച്ചേരുക. കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ ഒരു ഗഡു വിതരണം ആരംഭിച്ചപ്പോൾ എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് 1600 രൂപ കൂടി ചേർത്ത് 3200 രൂപ വരെയാകും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുകയായ 200, 300, 500 എന്നിങ്ങനെ കുറവ് വന്നിട്ടുള്ളവർക്ക് ആ ഒരു തുകയുടെ വിതരണവും നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക. കേന്ദ്ര സർക്കാരാണ് ഈ തുക വിതരണം ചെയ്യുക. വിവിധ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ, സർക്കാർ പെൻഷൻ, മറ്റു പല വിഭാഗത്തിൽപ്പെടുന്ന പെൻഷനുകൾ ലഭിക്കുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ്. സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 30 ആണ്. സാധാരണയായി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം നവംബർ 1 മുതലാണ് ആരംഭിക്കുക. എന്നാൽ ഇത്തവണ ഇത് ഒക്ടോബർ 1 മുതൽ ആരംഭിച്ചിരുന്നു. ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം സമർപ്പിക്കുന്നതായിരിക്കും ഉചിതം. കാരണം നവംബർ 30-നകം സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പെൻഷൻ മുടങ്ങാനിടയുണ്ട്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.